പലരും പറയാറുണ്ട്, ഞാൻ മനസ്സിലുള്ളത് മുഖത്ത് നോക്കി പറയും. പക്ഷേ അത് എല്ലായ്പ്പോഴും ഒരു ഗുണമല്ല. ചിലപ്പോൾ അത് നമ്മുടെ അഹങ്കാരത്തിൻ്റെ മറ്റൊരു പേരായിരിക്കും. കാരണം സത്യം പറയുന്നത് എളുപ്പമാണ്, പക്ഷേ മറ്റൊരാളുടെ ആത്മാഭിമാനം തകർക്കാതെ സത്യം പറയാൻ കഴിയുന്നതാണ് യഥാർത്ഥ പക്വത. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു വാക്ക് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങളെ ഉയർത്തിയോ അതോ തകർത്തോ? ഒറ്റ വാക്ക് ഒരു ജീവിതം മാറ്റാൻ മതി. അതേസമയം ഒരു ബന്ധം തകർക്കാനും ആ ഒരു വാക്ക് മതി. സത്യം പറയുന്നത് ഒരു കലയാണ്. ഒരു റിയൽ സ്റ്റോറി പറയാം. ഒരു ദിവസം ഒരു മകൻ തൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, നിങ്ങൾക്ക് പ്രായമായി, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. മകൻ പറഞ്ഞത് സത്യമായിരിക്കാം, പക്ഷെ ആ സത്യം അച്ഛൻ്റെ ഹൃദയം തകർത്തു. ആ കാര്യം ആ മകൻ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എത്രമാത്രം നന്നായേനെ. അച്ഛാ, നിങ്ങൾ ജീവിതം മുഴുവൻ ഞങ്ങൾക്കായി കഷ്ടപ്പെട്ടു, ഇനി ഞങ്ങൾ നിങ്ങളെ നോക്കിക്കൊള്ളാം. സത്യം അവിടെ മാറിയില്ല, പക്ഷെ പറഞ്ഞ രീതി മാറി. ഒരു സത്യം ഒരാൾക്ക് മുറിവാകാം, പക്ഷെ മറ്റൊരാൾക്ക് അത് ആശ്വാസമാകാം. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. സത്യം പറഞ്ഞതുകൊണ്ടല്ല പല ബന്ധങ്ങളും തകരുന്നത്, പക്ഷെ സത്യം പറഞ്ഞ രീതി കൊണ്ടാണ് ബന്ധങ്ങൾ തകരുന്നത്. ഒരു കത്തി ഒരു ഡോക്ടറുടെ കയ്യിലാണെങ്കിൽ അത് ജീവൻ രക്ഷിക്കും. അതേ കത്തി ഒരു കുറ്റവാളിയുടെ കയ്യിലാണെങ്കിൽ എന്ത് പറ്റും? ജീവൻ നഷ്ടമാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ വാക്കുകൾ. മനുസ്മൃതിയിൽ ഇങ്ങനെ പറയുന്നു, സത്യം ബ്രൂയാത്, പ്രിയം ബ്രൂയാത്, ന ബ്രൂയാത് സത്യം അപ്രിയം, പ്രിയഞ്ച നാനൃതം ബ്രൂയാത്, യേശാ ധർമ്മ സനാതന. എന്താണ് അതിൻ്റെ അർത്ഥം? സത്യം പറയുക, പക്ഷേ സ്നേഹത്തോടെ പറയുക. വേദനിപ്പിക്കുന്ന രീതിയിൽ സത്യം പറയരുത്. അതേപോലെ മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അസത്യവും പറയരുത്. ഇതാണ് യഥാർത്ഥ ജ്ഞാനം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ പലരും ഇങ്ങനെ പറയുന്നത് കേൾക്കാം, ഞാൻ മുഖത്ത് നോക്കി സത്യം പറയുന്ന ആളാണ്. പക്ഷേ മുഖത്ത് നോക്കി പറയുന്നത് ധൈര്യമല്ല. മറ്റൊരാളുടെ ഹൃദയം തകർക്കാതെ സത്യം പറയാൻ കഴിയുന്നതാണ് യഥാർത്ഥ ശക്തി. ഒരു അമ്മ കുഞ്ഞിനെ ശാസിക്കുമ്പോൾ അവൾ പറയുന്നത് സത്യമാണ്, പക്ഷേ അവരുടെ സ്നേഹമാണ് ആ സത്യത്തെ സ്വീകരിക്കാൻ കുഞ്ഞിനെ സഹായിക്കുന്നത്. അതേപോലെ ഒരു നല്ല അധ്യാപകൻ, ഒരു നല്ല ഡോക്ടർ, ഒരു നല്ല നേതാവ്, അവർ സത്യം മറക്കില്ല, പക്ഷേ അത് പറയുന്ന രീതിയിൽ നല്ല കരുണ ഉണ്ടാകും. ഒരു ഗുരു തൻ്റെ ശിഷ്യനോടൊരിക്കൽ തൻ്റെ തലേണ കീറാൻ പറഞ്ഞു. അതിൽ നിന്നുണ്ടായ തൂവലുകളൊക്കെ കാറ്റിൽ പറന്നു. ശേഷം ഗുരു പറഞ്ഞു, ഇപ്പോൾ ആ തൂവലുകളെല്ലാം തിരികെ ശേഖരിക്കൂ. ശിഷ്യൻ പറഞ്ഞു, അയ്യോ, അത് അസാധ്യമാണെന്ന്. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുപോലെ തന്നെയാണ് വാക്കുകളും. ഒരിക്കൽ പറഞ്ഞാൽ അത് തിരികെ എടുക്കാൻ കഴിയില്ല. ക്ഷമ നമുക്ക് ചോദിക്കാം, പക്ഷെ ഹൃദയത്തിൽ വീണ മുറിവ് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ അവിടെ ഉണ്ടാകും. സോ നമ്മൾ എന്ത് ചെയ്യണം? ബിഫോർ യു സ്പീക്ക് ആസ്ക് യുവർ സെൽഫ്. ഓരോ വാക്ക് പറയുന്നതിന് മുമ്പും ഈ 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കൂ. ഫസ്റ്റ് പോയിന്റ്, ഈ വാക്ക് കേൾക്കുന്നയാളെ ഉയർത്തുമോ അതോ താഴ്ത്തുമോ? സെക്കൻഡ് പോയിന്റ്, ഈ വാക്ക് വ്യക്തത നൽകുമോ അതോ ആശയക്കുഴപ്പം ഉണ്ടാകുമോ? തേർഡ് വൺ, ഈ വാക്ക് വിശ്വാസം വളർത്തുമോ അകലം സൃഷ്ടിക്കുമോ? സ്വയം ചോദിക്കേണ്ട 3 ചോദ്യങ്ങൾ. ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മനസാക്ഷിക്ക് ശരിയാണോ? ഇത് പറഞ്ഞതിന് ശേഷം എനിക്ക് കുറ്റബോധം തോന്നുമോ? ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് സ്നേഹത്തിനായിട്ടാണോ അല്ലെങ്കിൽ എൻ്റെ അഹങ്കാരത്തിന് വേണ്ടിയാണോ? സത്യം പറയുക എന്നത് എളുപ്പമാണ്, പക്ഷേ സ്നേഹത്തോടെ സത്യം പറയുക, അതാണ് ജ്ഞാനം. സ്നേഹത്തോടെ സംസാരിക്കുക എളുപ്പമാണ്, പക്ഷെ സ്നേഹത്തിൻ്റെ പേരിൽ അസത്യം പറയാതിരിക്കുക. എല്ലാ മതങ്ങളും ഇതേ സത്യം പറയുന്നു. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നു, ആരെയും വിഷമിപ്പിക്കാത്തതും സത്യവും പ്രിയവും ഹിതകരവുമായ വാക്കുകളാണ് വാക്കുകളുടെ തപസ്. ബൈബിളിൽ പറയുന്നു, സ്നേഹത്തിൽ സത്യം സംസാരിക്കുവിൻ. വിശുദ്ധ ഖുർആനിൽ പറയുന്നു, മനുഷ്യരോട് നല്ല വാക്കുകൾ സംസാരിക്കുവിൻ. മതങ്ങൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷെ സന്ദേശം ഒന്നാണ്. സത്യം കരുണയോടെ പറയണം.
നമ്മുടെ വാക്കുകൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ കണ്ണാടിയാണ്. ഒരു നിമിഷത്തിൻ്റെ കോപത്തിൽ പറഞ്ഞ ഒരു വാക്ക് വർഷങ്ങളായുള്ള ഒരു ബന്ധം തകർക്കാം. പക്ഷേ സ്നേഹത്തിലും ജ്ഞാനത്തിലും പറഞ്ഞ ഒരു സത്യം ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. അതിനാൽ ഇന്നു മുതൽ സത്യം പറയൂ, പക്ഷെ സ്നേഹത്തോടെ സംസാരിക്കൂ, പക്ഷെ അസത്യം പറയാതെ. കാരണം വാക്കുകൾ നിങ്ങൾ ആരാണെന്ന് ലോകത്തോട് പറയുന്ന ഏറ്റവും വലിയ തെളിവാണ്. സത്യം പറയുന്ന പലരുമുണ്ട്, എന്നാൽ സത്യം ഹൃദയത്തെ മുറിപ്പെടുത്താതെ പറയുന്നവരാണ് യഥാർത്ഥ ജ്ഞാനികൾ. സോ ഇന്ന് മുതൽ സത്യം പറയൂ, പക്ഷേ സ്നേഹത്തിൽ പൊതിഞ്ഞു പറയൂ. ഒരാളെ തിരുത്തേണ്ടി വന്നാൽ അവനെ തകർക്കാതെ തിരുത്തൂ. കാരണം നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തേക്കാൾ വലിയ പരിചയപത്രമാണ്. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ സൗന്ദര്യത്തേക്കാൾ വലിയ ആകർഷണമാണ്. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ സമ്പത്തിനേക്കാൾ വലിയ സമ്പത്താണ്. ഒരു മനുഷ്യൻ്റെ മഹത്വം അവൻ പറയുന്ന വാക്കുകളിൽ അല്ല, ആ വാക്കുകൾ മറ്റൊരാളുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന അനുഭവത്തിലാണ്. നിങ്ങളുടെ വാക്കുകൾ ഒരാളുടെ ജീവിതത്തിലെ ഇരുട്ടാകരുത്, അത് ഒരാളുടെ ജീവിതത്തിലെ വെളിച്ചമാകട്ടെ. താങ്ക് യു.